തുടർപഠനം അത് സംശയമാണ്. അതെ, സപ്പോർട്ട് ചെയ്യുന്നത് ആരാ നന്നായിട്ട് ഇനി കുറച്ചും കൂടെ ബെറ്റർ ആയിട്ട് ജനങ്ങൾക്ക് വേണ്ടി ചെയ്യാൻ വരുന്നോ അവരെയാണ് സപ്പോർട്ട് ചെയ്യുന്നത്. 10 വർഷത്തെ ഭരണം എന്ന് പറഞ്ഞാല് ഇനി കുറച്ചും കൂടെ ചെയ്തിരിക്കാം എന്ന് തോന്നുന്നു. ജനങ്ങൾക്ക് വേണ്ടി കുറച്ചും കൂടെ, പാവങ്ങൾക്ക് വേണ്ടി കുറച്ചും കൂടെ ഒരു സ്റ്റെപ്പ് എടുത്തിരിക്കാം എന്ന് തോന്നുന്നു. ആവണമെന്നോ? അത് ഇനി മാറ്റം വരട്ടെ, അപ്പോൾ അതിലെ ഒരു നല്ല കാൻഡിഡേറ്റിനെ ഒരു തെരഞ്ഞെടുക്കട്ടെ മുഖ്യമന്ത്രി. എന്താന്ന് പറയാൻ പറ്റൂല മോളെ. കുഴപ്പമില്ല. കേരളത്തിലെ വെറുപ്പ് പ്രചരണം നിർത്തണം. അതിന് UDF വന്നെങ്കിലേ പറ്റുള്ളൂ. ഈ അപര മതവിദ്വേഷം ഉണ്ടാക്കുക, അതേമാതിരി വെറുപ്പ് പ്രചരണം ഇല്ലാതാക്കണമെങ്കിൽ UDF വരണം. അതിന് പ്രത്യേക വകുപ്പ് തന്നെ ഉണ്ടാക്കുന്നതാണ് UDFൻ്റെ പ്രകടനപത്രികയിലുള്ളത്. അത് നടപ്പിലാക്കും. കേരളത്തിൽ വെറുപ്പ് പ്രചരണം വർദ്ധിച്ചിട്ടുണ്ടോ? 100% ഇപ്പം ഈ 10 വർഷം കൊണ്ട് വർദ്ധിക്കുന്നുണ്ട്. അതേ ഉള്ളൂ. കേരളത്തിൽ അതില്ലായിരുന്നു. നോർത്തിലുള്ളത് ഇപ്പോൾ കേരളത്തിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നു. അത് കേരളത്തിൽ ഇല്ലാതാക്കുക. എല്ലാ സഹോദരന്മാരായിട്ട് ജീവിക്കാനുള്ളൊരു സാഹചര്യം UDF ഇവിടെ ഉണ്ടാവും. സർക്കാർ ആക്ഷൻ എടുത്തിട്ടില്ല. ഒരു ആക്ഷൻ എടുക്കുന്നില്ല. അതിന് സപ്പോർട്ട് ചെയ്യാണ് ഗവൺമെൻറ് ചെയ്യുന്നത്. അതല്ലാതെ നമ്മൾ പണ്ടത്തെ മാതിരി കേരളം ഒരേമാതിരി ഒറ്റക്കെട്ടായിട്ട് എല്ലാവരും ജീവിക്കണം. അതാണ് നമ്മൾ ആഗ്രഹം. തുടർഭരണമില്ല. ഏറ്റവും മോശം. വികസന പ്രവർത്തനങ്ങൾ ഏതാ ഗവൺമെൻറ് ആയാലും ചെയ്യില്ല. അത് ചെയ്യണമല്ലോ അത്യാവശ്യ കാര്യങ്ങൾ. അതും ഞാൻ പറയുന്നത് 100 സീറ്റ് UDFന് കിട്ടും എന്നാണ് നമ്മളെ കാൽക്കുലേഷനാണ്. നല്ല ആളാ. അല്ല, VD സതീശന് പ്രതിപക്ഷ നേതാവല്ലേ, അപ്പം CM തന്നെ ആയിരിക്കും. VD സതീശൻ തന്നെ ആയിരിക്കാൻ ചാൻസ്. കേരളത്തിൽ തുടർഭരണം ഉണ്ടാവോ? ഉണ്ടാവില്ല എന്ന സംശയം. 10 വർഷത്തെ ഭരണം ഇതുവരെ ഉണ്ടായിട്ടില്ലല്ലോ. ഭരണം ഇഷ്ടപ്പെട്ടോ? കുഴപ്പമില്ല. തുടർഭരണം ഉണ്ടാവോ? തുടർഭരണം ഉണ്ടാവില്ല എന്ന പ്രതീക്ഷ. കേരളത്തിൽ തുടർഭരണം ഉണ്ടാവില്ല. കേരളത്തിൽ എന്തായിരുന്നാലും UDF അധികാരത്തിൽ വരും. 10 വർഷത്തെ ഭരണം ഭരണം കണ്ടിരുന്നു. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവസാന ഘട്ടത്തിലേക്ക് വരുമ്പോൾ അവർ തമ്മിൽ തന്നെ പ്രശ്നങ്ങളും ജനങ്ങൾക്ക് ഒരു ഉപകാരം ഇല്ലാത്ത ലെവലിലേക്കാണ് പോകുന്നതാണ് മനസ്സിലാക്കുന്നത്. ഞാൻ രാഷ്ട്രീയം നോക്കുന്ന ആളൊന്നുമല്ല. എന്നിരുന്നാലും നമ്മളൊരു കാഴ്ചപ്പാട് പറയുന്നതാണ്. അപ്പോൾ ഇനി അങ്ങോട്ട് 5 വർഷം UDF വരട്ടെ, എന്നിട്ട് വീണ്ടും അവർ മടങ്ങി വരട്ടെ. അപ്പോൾ ഒരു എന്താ പറയുക, ഈക്വലായിട്ട് മുഖ്യമന്ത്രി ആരാണെന്ന്? മുഖ്യമന്ത്രി VD സതീശനാവണമെന്നാണ് ആഗ്രഹം. അല്ല, VD സതീശനാവണമെന്ന് ആഗ്രഹം. മണ്ഡലം സൗത്തില് ഫൈസൽ ബാബു ജയിക്കും. UDF ജയിക്കും. അതെ, നമ്മുടെ UDF-ന് എന്തുകൊണ്ടാണ്? 10 കൊല്ലം മറ്റോ ഇരിക്കുന്നത്. ഇനി ഒരു മാറ്റം നല്ലതാണെന്ന് തോന്നുന്നു.